ഫൈനൽ ഡെസ്റ്റിനേഷൻ സ്പെയിനിലാണ്. എവിടെയാന്ന് വെച്ചാൽ അറിയാലോ, മയോർക്ക. അതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ബീച്ച് ഐലൻഡ് ആണ്. അപ്പം ഇന്ന് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സിറ്റി ഒക്കെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇന്നലെ നേരെ വന്നു, നല്ല കിഡിലെ റൂം ആയതുകൊണ്ട് ജസ്റ്റ് കട്ടിലേക്ക് കിടന്ന് ഉറങ്ങിപ്പോയി. അതായിരുന്നു പരിപാടി. അപ്പൊ നമുക്ക് ഇന്ന് മയോർക്ക എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ്. അപ്പൊ നമ്മളിവിടെ 2 ദിവസം കാണും. ഈ 2 ദിവസത്തിൽ നമ്മൾ പോകാൻ പറ്റുന്ന മാക്സിമം നമ്മൾ കവർ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പക്ഷെ ഇവിടെ കുറെ ബീച്ചുണ്ട്, എല്ലാം കവർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അത് ഓരോരോ സ്ഥലത്തുമാണ്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്കൂട്ടർ അല്ലെങ്കിൽ കാർ തന്നെ എടുക്കാൻ പ്ലാൻ ഉണ്ട്. അത് തീരുമാനിച്ചിട്ടില്ല. അത് എടുത്തിട്ട് നമ്മൾ പറ്റുന്ന എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെ സ്ഥലം പോകുന്നു എന്ന് ഇപ്പൊ അശ്വനി പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇന്ന് മെയിനായിട്ട് ബീച്ച് ഏരിയ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ പാൽമ എന്ന് പറയുന്ന സിറ്റിയിൽ ബീച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ സമയം ഉണ്ടെങ്കിൽ അവിടെ പോകും. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് സൊല്ലർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. സൊല്ലർ ട്രാം എന്നും പറഞ്ഞിട്ട് നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്നുണ്ട്. പിന്നെ വാൽഡമോസ അങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ എല്ലാം പ്രൊനൗൺസിയേഷൻ. ആ സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ട്. അതൊരു വില്ലേജ് ഏരിയ പോലെയാണ്. അവിടെ മെയിനായിട്ട് നമുക്കൊരു ഓറഞ്ച് ഫാം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇന്ന് ക്ലോസ്ഡ് ആണ്. അത് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇത്രയും പറ്റുന്ന സ്ഥലങ്ങൾ ഇന്ന് കവർ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നു. നാളെയാണ് മെയിൻലി നമ്മൾ ബീച്ച് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സ്ഥലങ്ങളിൽ ഇന്ന് പോകുന്ന വീഡിയോസ് എല്ലാം കാണിക്കാം. അപ്പം നമുക്ക് ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ ഇവിടുത്തെ ചെറിയൊരു റൂം ടൂർ കാണിക്കാമേ. നമ്മൾ എടുത്തിരുന്ന 2 റൂമും നല്ലതായിരുന്നെങ്കിലും ഇത് നമ്മൾ കൊടുത്തിട്ടുള്ള പ്രൈസിന് ഭയങ്കര വർത്തായിട്ടുള്ളൊരു റൂമായിരുന്നു. കാരണം നല്ല വ്യൂവും പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് TV ഉണ്ടായിരുന്നു, ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരു അലമാര ഉണ്ടായിരുന്നു ഡ്രസ്സൊക്കെ വെക്കാൻ, ഒരു ചെറിയ സോഫ ഉണ്ടായിരുന്നു, പിന്നെ നല്ല സ്പേഷ്യസ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഷ്റൂമായിരുന്നു. നമ്മൾ 2 ദിവസമേ ഇവിടെ നിൽക്കുന്നുള്ളൂ. നമ്മൾ ഈ സോഫയും ഡൈനിങ് ടേബിളും എല്ലാം എപ്പോഴും ഉപയോഗിക്കുന്നില്ല. എങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. പിന്നെ ഈ അലമാരയിൽ ചെറിയൊരു മിനി ബാറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണേ. നമ്മൾ 5th ഫ്ലോറിലായിരുന്നു റൂം. 1st ഫ്ലോറിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവിടെ. പക്ഷെ നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഫ്രൂട്ട്സും പിന്നെ സീരിയൽസും നട്ട്സും പിന്നെ ക്രോസൻറ്റ്, ബണ്ണ്, ബ്രെഡ്, പിന്നെ നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടായിരുന്നു, കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കുണ്ടായിരുന്നു. നമ്മളിപ്പോൾ യാത്ര ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ വയറ് നിറയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ബസ് സ്റ്റേഷനിലേക്കാണ് പോയത്. അപ്പോൾ നമുക്ക് വാൽഡമോസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 203 എന്ന് പറയുന്ന ബസ്സിലാണ് കയറേണ്ടത്. എല്ലാ സ്ഥലത്തേക്കും പോകാൻ വേണ്ടിയിട്ട് ഓരോ നമ്പർ ബസ്സുണ്ട്. ഏകദേശം ഒരു 40 മിനിറ്റ്സ് ജേർണി ആയിരുന്നു. പക്ഷെ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മുടെ ബസ് വാൽഡമോസയിൽ എത്തിച്ചേർന്നു. വാൽഡമോസ എന്ന് പറയുന്നത് ഭയങ്കര ചെറിയൊരു വില്ലേജാണ് കേട്ടോ. നമുക്ക് നടന്ന് കാണാനുള്ള ദൂരം തന്നെയുള്ളൂ. ഹിൽ ടോപ്പിലുള്ള ഭയങ്കര ചാമിങ് ആയിട്ടുള്ള ഒരു വില്ലേജാണ് വാൽഡമോസ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ചെറിയ സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ബസ് കയറിയിട്ട് നമ്മൾ സൊല്ലർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ ബസ് ജേർണി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂസൊക്കെ ഉള്ളൊരു ജേർണി ആയിരുന്നു. ശരിക്കും ഒരു ചുരം പോലെയാണ്. നമ്മൾ കുറേ താഴേക്കാണ്, ഹിൽ ടോപ്പിൽ നിന്ന് താഴേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ നമുക്ക് സീയുടെയും മൗണ്ടൈൻ്റെയും ഒരു വ്യൂ ആയിരുന്നു കാണാനുള്ളത്. അതും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു.
അങ്ങനെ നമ്മൾ സൊല്ലറിൽ വന്ന് ബസ് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. മെയിൻ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സ് അടുത്ത് നടക്കാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്കിങ്ങനെ ഇവിടുത്തെ വീടുകളൊക്കെ കാണാമേ. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലാ വീടിൻ്റെ മുന്നിലും നമുക്കിതേപോലെ നാരങ്ങയുടെ മരം കാണാനായിട്ട് പറ്റും. അതും അവർ കൃഷി ചെയ്യുന്ന പോലെയാണ്. ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ നടന്നിട്ട് ടൗണിലെത്തി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. എവിടെ ചെന്നാലും നമുക്ക് കുറച്ചൊരു എനർജി കയറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അങ്ങനെ നമ്മളവിടെ ഓറഞ്ച് സോളർ ബോംബെന്നും പറഞ്ഞിട്ട് എല്ലാ കടയിലും ഇങ്ങനെ ഒരു സാധനം കണ്ടു. പക്ഷെ ഒരു അടിപൊളി ഐറ്റം ആയിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ സ്ട്രിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. അങ്ങനെ നമ്മൾ ആ ഷോപ്പിലിരിക്കാൻ നേരത്ത് ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ് ഈ ട്രാം എന്ന് പറയുന്നത്. നമ്മൾ ഫോട്ടോസിലൊക്കെ സോളർ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ട്രാമിൻ്റെ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഈ ട്രാമിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ മെയിനായിട്ട് സൊല്ലറിൽ വന്നത് തന്നെ ഈ ട്രാമിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് ജേർണിയാണ്. നമ്മൾ സൊല്ലറിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പോർട്ടി സൊല്ലർ എന്ന് പറയുന്ന ഒരു ബീച്ച് സൈഡിൽ ഈ ട്രാം കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. 10 പൗണ്ടാണ്, 10 പൗണ്ടല്ല 10 യൂറോയാണ് ഒരാൾക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ആ 20 മിനിറ്റ്സ് ജേർണിക്ക് ശേഷം പോർട്ടി സോളർ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ വന്നിറങ്ങി. അപ്പോൾ ഇതും ഒരു ബീച്ച് ഏരിയ തന്നെയാണ്. പക്ഷേ ഒരുപാട് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ച് കാമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഇവിടെ അധിക നേരം ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഇങ്ങനെ നടന്നിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അവിടുന്ന് ഒരു 7 മിനിറ്റ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ബസ് ഇറങ്ങി പാൽമയിലെത്തി. പാൽമയിൽ നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഷോപ്പിൽ നിന്ന് കോഫിയും സാൻഡ്വിച്ചും ഒക്കെ കുടിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം സ്ട്രീറ്റിൽ കൂടി നടന്നു. അപ്പോൾ സ്ട്രീറ്റിൽ ഇങ്ങനെ മ്യൂസിക്കും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ച് നേരം കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ നമ്മൾ റൂമിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യും, പിന്നെ ബിഗ് ബോസ് കാണുക എന്നുള്ളതായിരുന്നു. ഇതായിരുന്നു നമുക്കവിടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. സോ ഇത് നമ്മുടെ ഡേ 2 ഇൻ മയോർക്കയാണ്. നമ്മൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് നോക്കിയിരുന്ന ഒരു ദിവസം. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ലാവിഷായിട്ട് കഴിച്ചതിന് ശേഷം ബസ് കയറി പോർട്ടി സോളറിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിന്ന് സാക്കലോബ്ര ബീച്ചിലേക്കാണ് പോകുന്നത്. ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ബീച്ചാണ്. അപ്പോൾ നമ്മൾ ബോട്ട് കയറിയിട്ടാണ് സാക്കലോബ്ര ബീച്ചിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ പോർട്ടി സോളർ സ്റ്റോപ്പിലെത്തിയിട്ട് ബസ് ഇറങ്ങി വീണ്ടും ഇന്നലെ വന്നിട്ടുള്ള ബീച്ചിലെത്തിയിട്ടുണ്ട്, പോർട്ടി സോളർ ബീച്ച്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ടുള്ളത്. ഒരു 1 അവർ ജേർണിയാണ്. നമ്മൾ സാക്കലോബ്ര ബീച്ചിലേക്കാണ് പോകുന്നത്. ആനന്ദ് എക്സൈറ്റഡ് ആണോ? നമ്മൾ പോകുന്ന ബോട്ട് യാത്രയും ഭയങ്കര നല്ല വ്യൂസ് ഒക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്കൂട്ടറൊക്കെ എടുത്തിട്ട് വേറെ ബീച്ചിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടത്. പിന്നെ നമ്മൾ അറിയാത്തൊരു സ്ഥലം ആകുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് സ്കൂട്ടറും കാറൊക്കെ ഓടിക്കുന്ന ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഈ ബോട്ട് ജേർണി ചൂസ് ചെയ്തു. അപ്പോൾ നമുക്കിനി ബോട്ടിലേക്ക് കയറാം. ഓക്കെ, കയറാമോ? നമുക്കപ്പോൾ ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഞങ്ങളൊരു സാംഗ്രയും ഡ്രിങ്കും ഒക്കെ വാങ്ങിച്ചു. ഡ്രിങ്ക് ഫ്രീ അല്ല, നമ്മൾ കാശ് കൊടുത്തിട്ട് വാങ്ങണം. അങ്ങനെ ഒരു 11:30 കൂടിയൊക്കെ നമ്മുടെ ബോട്ട് ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഒരു സീനിക്കായിട്ടുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബോട്ട് ജേർണി.
അങ്ങനെ ഒരു 1 hour ബോട്ട് ജേർണിക്ക് ശേഷം നമ്മൾ സാക്കലോബ്ര ബീച്ചിലെത്തി. അപ്പോൾ നമ്മൾ ഈ വന്നിറങ്ങുന്നത് സാക്കലോബ്രയിലെ മെയിൻ ബീച്ചല്ല, വേറൊരു ചെറിയൊരു ബീച്ചിലാണ് നമ്മൾ ആദ്യം വന്നിറങ്ങുന്നത്. അവിടെയും കുറച്ച് ആളുകളൊക്കെ, വലിയ തിരക്കൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾ അവിടെയും എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സ്ഥലത്ത് നമുക്കിങ്ങനെ കുറേ മീനുകളെ അതേപോലെ ജെല്ലി ഫിഷിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വാട്ടറായിരുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് നടന്ന് സാക്കലോബ്രയിലെ മെയിൻ ബീച്ചിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന വഴി തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. കുറേ കേവ്സിൻ്റെയൊക്കെ ഇടയിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഈ ബീച്ചിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ക്ലിഫിൻ്റെ ഇടയിലാണ് ഈ ബീച്ച് വരുന്നത്. ഭയങ്കര ചെറിയൊരു തീരമാണ് നമുക്കുള്ളത്, പക്ഷേ നിറയെ ആളുകളുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ നല്ല പ്രായമായവർ വരെ അവിടെ വന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ റോക്ക് ജമ്പിങ് ഒക്കെ ആളുകൾ നടത്തുന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചായിരുന്നു സാക്കലോബ്ര ബീച്ച്. ഞങ്ങളങ്ങനെ അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഭയങ്കര എൻജോയ് ചെയ്തു. ഭയങ്കര മെമ്മറബിളായിട്ടുള്ളൊരു ഡേ ആയിരിക്കും എന്തായാലും അത്. ഞങ്ങൾ പിന്നെ അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. നമ്മൾ ഇങ്ങനെ ഒരു സീ ഫുഡ് റൈസ് തന്നെയാണ് പറഞ്ഞത്, ഷ്രിമ്പും പിന്നെ കല്ലുമേക്കായും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് വീണ്ടും ബോട്ട് 4:30 ഉണ്ടായിരുന്നത്. അങ്ങനെ ബോട്ടിൽ കയറിയിട്ട് തിരിച്ചു. അങ്ങനെ നമ്മുടെ മയോർക്ക വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. സ്പെയിനിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു മയോർക്ക. മയോർക്കയിൽ ഇനിയും കാണാൻ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇനി ഒരിക്കൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത സ്ഥലങ്ങൾ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.